ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായ അതീവ രുചികരമായ കാരക്കുഴമ്പാണ്. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അതിനായി തക്കാളിയും ചെറിയ കത്തിരിക്കായുമാണ് വേണ്ടത്. 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഒരു ചെറിയ കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതച്ചെടുത്തത്. ഇനി നമുക്ക് 3 കത്തിരിക്ക കുറച്ച് വെള്ളത്തിൽ ചെറുതായി അരിഞ്ഞ് ഒരുവിധം കനത്തിലരിഞ്ഞ് ഇതിൻ്റെ കറയൊന്ന് കളയുന്നതിനായി വയ്ക്കാം. ഒരു നെല്ലിക്ക വലിപ്പം വാളൻപുളി 1 കപ്പ് വെള്ളത്തിലൊന്ന് കുതിരുന്നതിനായി ഇടാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് ഇതൊന്ന് വഴന്ന് വരുന്നതിന് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല സ്വാദുള്ള ഒരു കറിയാണ്. ഇപ്പോൾ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം. അപ്പം നന്നായി ഒന്ന് വഴറ്റി ഒന്ന് മൂടി വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് മൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം. തടിത്തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ കത്തിരിക്ക അരിഞ്ഞു വെച്ചിരുന്നത് വെള്ളത്തിൽ നിന്നെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കത്തിരിക്ക ചേർത്തും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാലയൊക്കെ കത്തിരിക്കായിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കത്തിരിക്ക ഒന്ന് വഴന്ന് വരണം. നന്നായി ഒന്ന് ഇളക്കി അല്പസമയം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്ക് കത്തിരിക്ക ഒന്ന് വഴന്ന് മസാലയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഉപ്പിൻ്റെ പാകമൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കത്തിരിക്കായ്ക്ക് അധികം വേവൊന്നുമില്ല. അപ്പം കത്തിരിക്ക ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പുളിയും കൂടെ ചേർത്തിട്ട് പുളി ഒന്ന് തിളച്ച് കുറുകണം. അപ്പം കത്തിരിക്കായിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. ചെറിയ പുളിയേ വരുള്ളൂ. അപ്പം പുളി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകുമ്പോൾ നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് വാങ്ങാം. വാങ്ങുന്നതിന് മുമ്പ് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി വാങ്ങാം. അപ്പം രുചികരമായ ഈ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.